വളരും തോറും ശരീരത്തിലെ കുറഞ്ഞു വരിക. ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് കൂടിയാണ് ഇപ്പോൾ. നമ്മളെ കാണാൻ വരുന്ന ഒരാളുടെ മുമ്പിൽ നമ്മുടെ കോൺസെൻട്രേഷൻ, ഡ്രസ്സിനെ കുറിച്ചുള്ള കോൺസെൻട്രേഷൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശരീരം മറച്ചുള്ള ഡ്രസ്സ് ധരിക്കണം എന്നുള്ള ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്രസ് കോഡാണ്. ഈ ഡ്രസ്സിൽ ശരീരം മറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിന് അപ്പുറത്തേക്ക് ഇങ്ങനെ മൂക്കുകൂടെ പറിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇൻവിറ്റേഷൻ കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എങ്ങനത്തെ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിച്ചു വരണം, ഇവിടെ ആരും മോശമായിട്ട് വന്നിട്ടില്ലല്ലോ പറഞ്ഞോട്ടെ. ഇവിടെ ആരും എന്നുള്ളത് ഞങ്ങളുടെ റൈറ്റ്സ് ആണ്. ചേച്ചി ആ ചേച്ചിക്ക് കംഫർട്ട് ആയിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ് ഇട്ട് വന്നു. ആന്റിക്ക് കംഫർട്ട് വളരെ ബ്യൂട്ടിഫുൾ, സത്യം സാരി എടുത്ത് വന്നു. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് മറിച്ച് വന്നൂടെ? ആന്റിയുടെ വയറ് നന്നായിട്ട് ഇവിടെ നിന്ന് എനിക്ക് കാണാം. ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ ശരിക്കും നഷ്ടമായാണ്. കേരളത്തിലെ ഇടുക്കിയില് ഓഫ് റോഡ് അടിക്കണ നമുക്ക് എന്തോന്ന് ലഡാക്ക്. പിന്നെ ആകെപ്പാലോട് നെഗറ്റീവ്, 2 പേരുടെ ലഗേജ് വണ്ടിക്കകത്തുണ്ട്. ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്, ചെറിയ ടാങ്കില് ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്. അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, എങ്കിലും പോയി നോക്കാം. ഓർമ്മകൾ പോയി മറഞ്ഞു എന്റെ പുത്തന്റെ പാട്ട്. മോളിവുഡ് ഫസ്റ്റ് സൂപ്പർ ഇതൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് ഒരു പിടിയില്ല. നമ്മളുടെ ഇപ്പം കാണുമ്പോ VFX ഒക്കെ ഒരുമാതിരി ഇരിക്കും, പക്ഷെ ആ സമയത്ത് ഈ പ്രത്യേകിച്ച് അന്വേഷണമുള്ള മൂവിയാണ്. പക്ഷേ ബിർള അംബാനിയെയും അല്ല പടച്ചു. എന്റെ ഒരു കൈ എവിടെയാണ്? 2 കൈയായിട്ട് വന്നേ. പോണവൻ പിടിച്ചോ പിടിച്ചോ. ഇതിനൊക്കെ എന്താ പറയണ്ട? സ്കില്ലെന്ന് പറയണോ അതോ കഴപ്പെന്ന് പറയണോ? എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല റോഡിൽ കൂടെ ഇത്ര റിസ്ക് ആയിട്ട് വണ്ടി ഓട്ടിക്കുന്നത്. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? എന്റെ ഒരു കൈ എവിടെയാണ്? 2 കൈയായിട്ട് വന്നേ. കേരളം കണ്ട ഏറ്റവും വലിയ വേട്ടാവളിയാണ് കൊടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റ്. കോഴിക്കോട് പന്തിരാങ്കാവിൽ MDMA-യുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ. എങ്ങോട്ടാ ഈ കൊച്ചു കേരളം പോകുന്നത്? തൃശ്ശൂരിൽ 320 ഗ്രാം MDMA-യുമായി 2 സ്ത്രീകളടക്കം 5 പേർ പിടിയിലായി. പന്തളത്ത് MDMA പിടികൂടിയ പണ്ട് മാട്രിമോണിയിലായിരുന്നു നല്ല പെൺപിള്ളേരെ ഫോട്ടോ. ഇപ്പൊ നേരെ ന്യൂസ് എടുത്ത് നോക്കിയാൽ കഞ്ചാവ് പിടിച്ച MDMA വേട്ട. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ പിടിയിലായത്. 323 ഗ്രാം MDMA-യുമായി. ഓണത്തിനെ പറ്റി രണ്ടും എല്ലാവർക്കും നമ്മുടെ മലയാളത്തിൽ ആരാധകർക്ക് വേണ്ടിയിട്ട് ഓണമാണല്ലോ വരുന്നത്. ഓണം എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയില്ലേ? ഭാവേലിന്റെ പ്രശ്നമല്ലേ? എന്താണ് പ്രശ്നം? ആകെ പ്രശ്നമാക്കി ചവിട്ടി താത്തി. ചവിട്ടി താത്തിയെ നല്ല ചെയ്യുന്നപ്പോ ചവിട്ടി താത്തി. അപ്പൊ നല്ല ചെയ്താ ചവിട്ടി താത്തി. ബോട്ടിന്റെ കളറ് ചോദിച്ചതാ. ഈ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പെട്ടെന്ന് അട്രാക്റ്റീവ് അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ കാവ്യാക്കി കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്ക് കേരളത്തിൽ ഓറഞ്ച് അലർട്ടാണ്, അതുകൊണ്ടായിരിക്കും. That you don't even understand you are there. By that time you're deeply in love because
families are talking and like that person I've stayed in their family and the person is staying in your family. It's all serious at this point right now. So you're fixed in mentally that this is your person and this is the person you're gonna spend your life with. That's when the real character comes out. Things become way more tighter. The control become more direct. Like, why did I not promote a movie? That was one of the most successful film in my career. You will have to let go of so many projects you do. അതായത് ജോലിയിൽ ഡയറക്റ്റ് ഇന്റർഫിയറൻസ് വന്നു തുടങ്ങി, which was completely under your control. ജോലിയിൽ മാത്രമല്ല, everything when I say ഫാമിലി ഒക്കെ കട്ട് ഓഫ് ആയോ? ഞാൻ പറഞ്ഞില്ലേ, this is not direct cut off. It is like very indirect. നമ്മളെ കൊണ്ട് നമ്മുടെ ചില്ലകൾ മുറിപ്പിക്കും.